ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRBയിലെ ഒരു ടോപ്പിക്കുള്ള ഏറ്റവും ഫേമസ് ആയ ഒരു ടോപ്പിക്കാണ് എന്ത്? സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല പേടിയാ. എന്താ പേടി എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അത് ക്ലിയർ ആക്കി എടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കും. പൊതുവെ ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന ഒരു സിമിലർ ഒരു കോമൺ ഇഷ്യൂ ആണത്. കാരണം ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫിന് അത്ര വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് അതിലുള്ള ഓരോ ഹിന്റും നോട്ട് ചെയ്ത് എടുത്ത് എഴുതി വരുമ്പോഴത്തേക്ക് എന്താണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ് പേജ്. അല്ലെ, നമുക്ക് അത്രയും ടൈം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എന്താണ് ഒട്ടുമിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതുപോലെ രണ്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാരണം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയാൽ എന്താണ്, നമുക്ക് ഇതിനും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ വേറെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് എന്താണ്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കൃത്യമായി പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഏതോ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഈസി എന്ന് വേഗം മനസ്സിലാകും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോ ഇതുപോലെ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കട്ടോ. ഒരിക്കലും സ്റ്റാർട്ടിങ് കണ്ടിട്ട് ഇത് ഇത്ര എടുക്കട്ടെ സാറില്ല വിട്ട് കളയരുത് എന്ന് വിടരുത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒപ്പം തന്നെ ചെയ്തു പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊതുവെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും സീറ്റിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ലേ, വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ലോ. സീറ്റിലിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല, ഹൈറ്റ് വെയിറ്റ് വെച്ച് അറേഞ്ച് ചെയ്യുന്നത് എല്ലാം അവിടെ വരും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. Among A, B, C, D and E, A is taller than B but shorter than C. C is taller than E. C is not the tallest. If they stand in the order of their height, then who among them will be in the middle? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കാം. എന്താണ്, A, B, C, D, E എന്ന 5 പേരുണ്ട്. 5 വര അങ്ങോട്ട് വരയ്ക്കാൻ നോക്കിക്കോ. 5 ഡാഷ് വരയ്ക്കാണ്. 1 2 3 4 5. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾക്കുന്നത് ലെഫ്റ്റ് സൈഡിലും ഏറ്റവും ഹൈറ്റ് കൂടിയ ആൾക്കുന്നത് റൈറ്റ് സൈഡിലും എന്ന് വിചാരിച്ചോ. ഫസ്റ്റ് നോക്കി എന്താണ്, A is taller than only B. A B യേക്കാൾ മാത്രം ഹൈറ്റ് കൂടിയ ആളാണ്. അപ്പൊ മീൻസ് എന്ത് മനസ്സിലാക്കാം, ബിക്കാണ് ഹൈറ്റ് കുറവ്. ബി യേക്കാൾ മാത്രം ഹൈറ്റ് കൂടിയ ആളാണ് ആര്, എ എന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. എന്താണ്, ബട്ട് ഷോർട്ടർ ദാൻ സി. അപ്പൊ എ എന്ന് പറയുന്ന ആൾ എന്താണ്, സി യേക്കാൾ ചെറുതാണ്. ഇപ്പോൾ സി എന്ന ആൾ ഇത് മൂന്നെണ്ണത്തിൽ എവിടെ വേണേലും വരാം. അടുത്ത് നോക്കിയേ, സി ഇസ് ടോളർ ദാൻ ഇ. അപ്പൊ സി എന്താണ്, എ യേക്കാൾ വലുതാണ്, ബി യേക്കാൾ വലുതാണ്, ഇ യേക്കാളും വലുതാണ്. പക്ഷെ നോക്കിയേ, അടുത്ത സെന്റൻസ് ആണ്, സി ഇസ് നോട്ട് ദ ടോളസ്റ്റ്. സി എന്താ അല്ല, ഏറ്റവും പൊക്കം കൂടിയ ആളല്ല സി. അപ്പൊ സിക്ക് എ യേക്കാൾ ഹൈറ്റ് ഉണ്ട്, ബി യേക്കാൾ ഹൈറ്റ് ഉണ്ട്, ഇ യേക്കാളും ഹൈറ്റ് ഉണ്ട്. പക്ഷെ സി അല്ല ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരും, സി സെക്കൻഡ് ലാസ്റ്റ് വരും. കറക്റ്റ് അല്ലേ? സി എവിടെ വരും, സി ഇരിക്കുക എവിടെ ആയിരിക്കും, സെക്കൻഡ് ലാസ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇത് നോക്കാം, സി സെക്കൻഡ് ലാസ്റ്റ് ആണെങ്കിൽ സി യേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ഇ എവിടെ വരും, ഈ നടുക്ക് വരും. ആൻഡ് ഏറ്റവും ഹൈറ്റ് കൂടിയ ആളായിരിക്കും, ഏറ്റവും ഹൈറ്റ് കൂടിയ ആള് ഡി എന്ന ആളായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്, ഇഫ് ദേ സ്റ്റാൻഡ് ഇൻ ദ ഓർഡർ ഓഫ് ദർ ഹൈറ്റ്, then who among them will be in the middle? ആരായിരിക്കും നടുക്കെന്ന് ചോദിച്ചാണ്. ആരായിരിക്കും നടുക്ക്? നടുക്ക് വരുന്ന ആൾ ആരാണ്, ഇ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിച്ച് വായിച്ചു നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്, റീഡ് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. 5 friends അരുൺ, ബാല, ചിനു, ദിനേശ് ആൻഡ് എളങ്കോ ആർ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഫേസിംഗ് നോർത്ത്. അപ്പൊ എന്താണ്, 5 പേരല്ലോ അല്ലെ, അരുൺ, ബാല, ചിന്നു, ദിനേശ്, എളങ്കോ. 5 ഡാഷ് വരച്ചു നോക്കിയേ. 1 2 3 4 5. പിന്നെ എന്താ പറയുന്നേ, അവരെല്ലാരും നോർത്തിലേക്ക് ഫേസ് ചെയ്ത് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അടുത്ത് നോക്ക, അരുൺ സിറ്റ്സ് നെക്സ്റ്റ് ടു ബാല. പിന്നെന്താണ്, ദിനേശ് സിറ്റ്സ് നെക്സ്റ്റ് ടു ചിനു. ദിനേശ് ഡസ് നോട്ട് സിറ്റ് വിത്ത് എളങ്കോ. എളങ്കോ സിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ബെഞ്ച്. അപ്പൊ ഫസ്റ്റ് എന്താണെന്നറിയോ, ഫസ്റ്റ് ഇതിൽ 100% ഷുവർ ആയിട്ട് നമുക്ക് ഒറ്റയടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് പൊസിഷൻ ഏതാ നോക്കാം. ഒറ്റയടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് പൊസിഷൻ ഏതാ? ഓക്കെ,
എളങ്കോ സിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് എൻഡ്. എളങ്കോ സിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ബെഞ്ച്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? എളങ്കോ ഇടത്തെ അറ്റത്തായിരിക്കുന്നത്. ഇനി എളങ്കോയുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് നോക്കാം. നമുക്ക് എളങ്കോയുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അറിയാലോ. അത് കഴിഞ്ഞ് എളങ്കോ തൊട്ടുള്ളവരെ പിടിച്ചു വന്നാ അടുത്ത സെന്റൻസ് നോക്കിയേ. ചിനു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എളങ്കോ. ചിനു എവിടെ ഇരിക്കുന്നത്? എളങ്കോയുടെ റൈറ്റ് സൈഡിലേക്ക് മൂന്നാമതായിട്ട് വയ്ക്കുന്നത്. അപ്പൊ നോക്കിയേ 1 2 3. അപ്പൊ ചിനു എവിടെ ഉണ്ടാവും? ചിനു ഇരിക്കുക ഇങ്ങേ അറ്റത്തായിരിക്കും. ഇനി നോക്ക, അരുൺ സിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് ബാല. അരുൺ എവിടെ ഇരിക്കുന്നത്? റൈറ്റ് ഓഫ് ബാലയാണ്. മാത്രമല്ല ദിനേശ് ഡസ് നോട്ട് സിറ്റ് വിത്ത് എളങ്കോ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അരുണും ബാലയും അടുത്തടുത്തായിരിക്കുന്നത്. ദിനേശ് എളങ്കോടെ അടുത്ത് ഇരിക്കുകയില്ല. അരുണും ബാലയും അടുത്തടുത്താണ് ഇരിക്കുന്നത് പറയുമ്പോൾ ഇനി അടുത്തടുത്തുള്ള രണ്ട് സീറ്റ് ഏതുള്ളേ? ഇത് രണ്ട് മാത്രമാണ്. മാത്രമല്ല എന്താണ്, അരുൺ ഇരിക്കുന്നത് ബാലയുടെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ബാല എവിടെ വരും? ഇവിടെ വരും. അരുൺ ഇവിടെ വരും. ക്ലിയർ ആണല്ലോ? ബാല ഇവിടെ വരും, അരുൺ ഇവിടെ വരും. ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ്? ഏറ്റവും അറ്റത്താരാണ്? ഏറ്റവും അറ്റത്തിന് ആരാ? ഒറ്റ ആളേ ഉള്ളൂ, അതാണ് ദിനേശ് ആണ്. അപ്പൊ ദിനേശിനെ ഇവിടെ ഇടാം. അപ്പോൾ നോക്കിയേ ഓപ്ഷൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വേർ ഡസ് ദിനേശ് സിറ്റ്? ദിനേശ് എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ദിനേശ് എവിടെ ഇരിക്കുന്നത് നോക്കിയേ. ഓൺ ദ റൈറ്റ് ഹാൻഡ്, തേർഡ് ഫ്രം ദ റൈറ്റ്, ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്, സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്. ഏതോ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. ഓൺ ദ റൈറ്റ് ഹാൻഡ്. റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തായിട്ടാണ് ആരിക്കുന്നത്? ദിനേശ് ഇരിക്കുക. അപ്പൊ ഇത്രയും ഈസിയാണ്. നമുക്ക് അതാണ് സ്റ്റാർട്ടിങ് ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി ആൻസർ ഒക്കെ എഴുതാൻ പറ്റും. കേട്ടല്ലോ? വേഗം എഴുതാൻ സാധിക്കും. വേഗം എഴുതാൻ സാധിക്കും. വേഗം എഴുതാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ എന്താണ്? വീണ്ടും എന്താണ്? റീഡ് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അങ്ങനെയായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും സ്റ്റാർട്ടിങ് വരിക. എന്താണ്? 8 ഫ്രണ്ട്സ്. ഇവിടെ 8 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇവിടെ 8 പേരുണ്ട്. എന്താണ്? സിറ്റിംഗ് ഇൻ എ സർക്കുലർ ടേബിൾ ഫോർ എ മീറ്റിംഗ് ഫേസിംഗ് ടു ദ സെന്റർ. ഒരു മീറ്റിംഗിന് വേണ്ടി സർക്കുലർ ടേബിളിലെ ചുറ്റും ഉള്ളിലേക്ക് തിരിഞ്ഞാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് സെന്റൻസ് ഇവിടുത്തെ എന്താണെന്ന് അറിയോ? ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെന്റൻസ് എന്താണ്? ഫേസിംഗ് ടു ദ സെന്റർ എന്നതാണ്. ഫേസിംഗ് ടു ദ സെന്റർ എന്നതാണ് എന്ത്? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഫേസിംഗ് ടു ദ സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ പറ്റുക? എല്ലാ ആൾക്കാരും ഉള്ളിലേക്ക് തന്നെ നിൽക്കുന്നത്. അപ്പൊ അവരുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. കേട്ടല്ലോ? എല്ലാവരും ഉള്ളിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവരുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ നോക്കിയേ, ഞാൻ ഒരു വട്ടം വരയ്ക്കാണ്. നോക്കിക്കോ, 8 പേരല്ലേ? 8 പേരുള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു. അപ്പൊ ഫസ്റ്റ് എന്താണ് പറയുന്നത്? പി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി ആൻഡ് ഹു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാ? നമുക്ക് റാൻഡം ആയിട്ട് സ്ഥലത്ത് പി എ മാർക്ക് ചെയ്യാം. അപ്പൊ പി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ടോപ്പിൽ പി മാർക്ക് ചെയ്തു. ഇനി എന്താണ്? ഹു സിറ്റ്സ്, പി സിറ്റ്സ് റൈറ്റ് ടു ദ വി. വിയുടെ റൈറ്റ് സൈഡിൽ രണ്ടാമതായിട്ടാണ് ഇരിക്കുന്നത്. പി ഇരിക്കുന്നത് വിയുടെ റൈറ്റ് സൈഡിൽ രണ്ടാമതായിട്ടാണ്. അപ്പൊ നോക്കുക, നമ്മൾ ഒറ്റയ്ക്ക് നോക്കും. എന്താണ്? പി ഇരിക്കുന്നത് വിയുടെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ വി ഇരിക്കുന്നത് പിയുടെ ലെഫ്റ്റ് സൈഡിലാക്കില്ലേ? അപ്പൊ പിയുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യും. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം പി എവിടേക്ക് തിരിഞ്ഞിരിക്കുന്നത്? പി ഉള്ളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനാണ് പി എങ്കിൽ എന്റെ ഏത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആരിയ്ക്കുക? വി ഇരിക്കുക. കാരണം എന്താണ്? വിയുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടാമതായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കേട്ടോ? അപ്പൊ റൈറ്റ് സൈഡിൽ എന്താ വരിക? ആന്റി ക്ലോക്ക് വൈസ് വരിക. അപ്പോൾ വിയുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടാമതായിട്ടാണ് ആരിയ്ക്കുക? വി ഇരിക്കുക. അപ്പോൾ വി എവിടെ വരും? വി വരിക ഇവിടെ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം. എന്താണ്? വി ഹു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ടാണ് വി ഇരിക്കുന്നത്. അപ്പോൾ വി ഇവിടെ ആണെങ്കിൽ 1 2 3 ക്യൂ ഇവിടെ വരും. അപ്പൊ അത്രയും ക്ലിയർ ആയി. ഇനി അടുത്ത് നോക്കിയേ. എസ് സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് യു. എസ് എവിടെ ഇരിക്കുന്നത്? യുവിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു ആയിരിക്കുന്നത്. യു എവിടെ ഇരിക്കുന്നത് പറയുന്നത്? ഹു സിറ്റ്സ് ബിറ്റ്വീൻ വി ആൻഡ് പി. യു എവിടെ ഇരിക്കുന്നത്? വിയുടെയും പിയുടെയും ഇടയിലാണ് യു ഇരിക്കുന്നത്. ആ യുവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്രാമതായിട്ടാണ് ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ടാമതായിട്ടാണ് ആരിയിരിക്കുന്നത്? എസ് ഇരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 1
2s ഇവിടെ വരും. അത്രയും ക്ലിയർ ആണല്ലോ, അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നോക്കിയേ, ആർ ഡസ് നോട്ട് സിറ്റ് വിത്ത് ക്യൂ ഓർ ടി. ആർ എവിടേക്കില്ല, ക്യൂവിന്റെയോ ടിയുടെയോ അടുത്തിരിക്കില്ല. ആറ് ക്യൂവിന്റെയോ ടിയുടെയോ അടുത്തിരിക്കില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്ന എന്താണ്, ഇവിടെ അറിയാവുന്നത് ക്യൂ മാത്രമാണ്, ടിയെ പറ്റി ലൊക്കേഷൻ പറ്റി അറിയുന്നില്ല. അപ്പോൾ ക്യൂവിന്റെയും ടിയുടെയും അടുത്തിരിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെ ഇരിക്കില്ല, ഇവിടെയും ഇരിക്കില്ല, ഇവിടെയും ഇരിക്കില്ല. അപ്പോൾ ആർ എവിടെ വരും, ആർ ഇവിടെ വരും. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ, ഹൂ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് വി. വിയുടെ റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ട് ആരായിരിക്കുന്നേ നോക്കുക. വിയുടെ റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ട് ഇരിക്കുന്നത് എവിടെയായിരിക്കും, 1 2 3. അപ്പൊ ആരാ മൂന്നാമതായിട്ടിരിക്കുന്നേ, മൂന്നാമതായിട്ടിരിക്കുന്ന ആള് ഓപ്ഷൻ ബി ആറാണ്. ഓപ്ഷൻ ബി ആറായിരിക്കും എന്ത്, ബിയുടെ റൈറ്റ് സൈഡില് മൂന്നാമതായിട്ടിരിക്കുന്ന ആള്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇതാണ് ഈ ക്വസ്റ്റിന് ആൻസർ. ആൻസർ അതാണ് ഓപ്ഷൻ ബി ആയിരിക്കും, ആറായിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എന്താണ് നമുക്ക് പൊതുവെ റെയിൽവേക്കാർക്ക് വളരെ ഇഷ്ടം, റെയിൽവേ RRBക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇത്തരം ധാരാളം പുതിയ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഒട്ടും പഠിക്കാതെ എന്താണ് നമ്മളെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള RRBയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന് വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ എന്താ നോക്കിക്കോ, 8590202323. ഒപ്പം തന്നെ ഇവരുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിന്നും ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. ഇഷ്ടംപോലെ ആ അടിപൊളി ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുണ്ട്. അപ്പൊ ഇതുപോലെ അടുത്തൊരു വീഡിയോ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും താങ്ക് യു.